വർക്കിന്റെ ഫിനിഷിംഗ് സ്റ്റേജിൽ അതുവരെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു പ്രൊജക്റ്റിനെ എല്ലാം മാറ്റി മറിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് നമ്മളെ പെയിന്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ ഒരുവിധം എല്ലാ പ്രൊജക്റ്റുകളിലും നമ്മളെ ഈ ഒരു പെയിന്റിങ്ങിന്റെ കാര്യം നമ്മൾ എങ്ങനെയാണ് ചെയ്യാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈറ്റ് ആയി കിടക്കുന്ന ഒരു സർഫസ് ഒരു നമ്മളെ നല്ലൊരു കോമ്പിനേഷൻ പെയിന്റ് വരുന്നതോടെ കംപ്ലീറ്റ് ആയിട്ട് മാറി മറിയാം. എല്ലാവരും വീടിന്റെ കാര്യം എങ്ങനെയാണ് നമ്മളതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ പൊതുവേ നമ്മുടെ പ്രൊജക്റ്റിൽ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ പ്രോപ്പർ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യാറ്. എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ അത് മാത്രമല്ല, യൂഷ്വലി നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ കളർ കോമ്പിനേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ വർക്കത്തെ സമയത്ത് നമ്മൾ വിചാരിച്ച പോലെ ആ ഒരു കോമ്പിനേഷൻ ഭംഗി കൊണ്ടുവരാൻ പറ്റിക്കോളുന്നില്ല. അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യുന്നത് നമ്മൾ വീടിൻ്റെ പെയിന്റിംഗ് സ്റ്റേജ് ആകുന്ന സമയത്ത് 1 ലിറ്റർ സാമ്പിൾ പെയിന്റ് വാങ്ങി ഒന്ന് അടിച്ച് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മളത് പ്രൊസീഡ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ ഈ ഒരു സൈറ്റിലുള്ള പെയിന്റ് ഏതാണ് എന്നുള്ളത് ഒരുപാട് ആൾക്കാർക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ഏത് പെയിന്റ് ആണെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ യൂഷ്വലായിട്ട് നമ്മൾ ഈ ചോദിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്, നമ്മൾ വീട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ പ്രോപ്പർ പെയിന്റുകൾ ഏതാണെന്നുള്ള കോമ്പിനേഷൻ നോക്കിയിട്ട് വേണം ഡിസൈൻ ചെയ്യാനായിട്ട്. പിന്നെ അതേപോലെ തന്നെ വർക്കിലേക്ക് കയറുമ്പോൾ ഈ പറഞ്ഞ സാമ്പിൾ 1 ലിറ്റർ വാങ്ങിയിട്ട് തന്നെ വേണം നമ്മൾ വർക്കിലേക്ക് കയറാൻ. വർക്കിന്റെ ഫിനിഷിംഗ് സ്റ്റേജിൽ അതുവരെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു പ്രൊജക്റ്റിനെ എല്ലാം മാറ്റി മറിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് നമ്മളെ പെയിന്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ ഒരുവിധം എല്ലാ പ്രൊജക്റ്റുകളിലും നമ്മളെ ഈ ഒരു പെയിന്റിങ്ങിന്റെ കാര്യം നമ്മൾ എങ്ങനെയാണ് ചെയ്യാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈറ്റ് ആയി കിടക്കുന്ന ഒരു സർഫസ് ഒരു നമ്മളെ നല്ലൊരു കോമ്പിനേഷൻ പെയിന്റ് വരുന്നതോടെ കംപ്ലീറ്റ് ആയിട്ട് മാറി മറിയാം. എല്ലാവരും വീടിന്റെ കാര്യം എങ്ങനെയാണ് നമ്മളതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ പൊതുവേ നമ്മുടെ പ്രൊജക്റ്റിൽ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ പ്രോപ്പർ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യാറ്. എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ അത് മാത്രമല്ല, യൂഷ്വലി നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ കളർ കോമ്പിനേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ വർക്കത്തെ സമയത്ത് നമ്മൾ വിചാരിച്ച പോലെ ആ ഒരു കോമ്പിനേഷൻ ഭംഗി കൊണ്ടുവരാൻ പറ്റിക്കോളുന്നില്ല. അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യുന്നത് നമ്മൾ വീടിൻ്റെ പെയിന്റിംഗ് സ്റ്റേജ് ആകുന്ന സമയത്ത് 1 ലിറ്റർ സാമ്പിൾ പെയിന്റ് വാങ്ങി ഒന്ന് അടിച്ച് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മളത് പ്രൊസീഡ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ ഈ ഒരു സൈറ്റിലുള്ള പെയിന്റ് ഏതാണ് എന്നുള്ളത് ഒരുപാട് ആൾക്കാർക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ഏത് പെയിന്റ് ആണെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ യൂഷ്വലായിട്ട് നമ്മൾ ഈ ചോദിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്, നമ്മൾ വീട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ പ്രോപ്പർ പെയിന്റുകൾ ഏതാണെന്നുള്ള കോമ്പിനേഷൻ നോക്കിയിട്ട് വേണം ഡിസൈൻ ചെയ്യാനായിട്ട്. പിന്നെ അതേപോലെ തന്നെ വർക്കിലേക്ക് കയറുമ്പോൾ ഈ പറഞ്ഞ സാമ്പിൾ 1 ലിറ്റർ വാങ്ങിയിട്ട് തന്നെ വേണം നമ്മൾ വർക്കിലേക്ക് കയറാനായിട്ട്.